പാട്ടുകാരുമില്ലാതെ എന്ത് ഓണാഘോഷം? ഇന്ന് ഈ ഓണദിനത്തിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ സംഗീത സംവിധായകൻ, പ്രതിഭാഗാനായ കലാകാരൻ, മലയാളികൾക്ക് ഒട്ടേറെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ബിജിപാൽ സാറാണ്. സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിംഗർ, കീബോർഡിസ്റ്റ്, വയലിനിസ്റ്റ് തുടങ്ങി സംഗീതത്തിൻ്റെ പല മേഖലകളിലേക്കും ഇറങ്ങിച്ചെന്ന താങ്കൾ എന്തുകൊണ്ടാണ് സംഗീത സംവിധാനം തിരഞ്ഞെടുത്തത്? സംഗീത സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്കും അതിനത് ഒരു ക്രിയേഷൻ്റെ ഒരു പരിപാടി വരും, ഒരു സൃഷ്ടിയുടെ ഒരു ഇൻ്റലിജൻസ് വരും. അത് ഞാൻ ചെറുപ്പത്തിൽ അങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് ഞാൻ പാട്ടുകളെ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പിന്നിലുള്ള ഒരു ഇൻ്റലിജൻസ് എന്താണ്, അയാൾ എന്തായിരിക്കും ഓർത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു ചിന്തകളൊക്കെയാണ് പണ്ട് തൊട്ടേ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ചിന്തിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യത്തിനോടാണ് എനിക്ക് അത് ഉണ്ടാക്കുന്നൊരു പ്രക്രിയയോട് എനിക്ക് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണത് കോളേജ് ടൈംസിലാണ് ഞാൻ കമ്പോസ് ചെയ്ത് തുടങ്ങിയത് പാട്ടുകൾ. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കസിൻ ബ്രദർ പാട്ട് എഴുതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതേ എഴുത്തരും ഞാൻ ചെയ്യും. അങ്ങനെ വളർന്ന് കുറേ നാളുകൾ അങ്ങനെ ചെയ്ത് കോളേജ് യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ അങ്ങനെ സ്വന്തം പാട്ടുകൾ പാടിയിരുന്നു. ഇപ്പോൾ ഈ 5 സുന്ദരികളിൽ മഴ നേർത്ത രാഗം ചൂടി എന്ന് പറയുന്ന അദ്ദേഹമാണ് എഴുതിയത്, കസിൻ ബ്രദറാണ് എഴുതിയത്. അപ്പോൾ ആ ഒരു കൂട്ടുകെട്ട് അന്നേ ഉണ്ട്. സംഗീത സംവിധാനമൊപ്പം തന്നെ പശ്ചാത്തല സംഗീതവും ചെയ്യുന്നുണ്ട്. ഇപ്പം മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, സോൾട്ട് ആൻഡ് പെപ്പർ, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിൽ പശ്ചാത്തല സംഗീതവും ചെയ്തു. ഈ 2 മേഖലകളിലും ഇപ്പം നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യം എന്ന നിലയ്ക്ക് ഏതിൽ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം? രണ്ടും താല്പര്യം തന്നെയാണ്. കാരണം ഞാൻ ഇപ്പോൾ ഗാനങ്ങൾ സിനിമയിൽ നിന്ന് വേറിട്ടൊരു അവസ്ഥയിൽ എനിക്ക് കാണാൻ തോന്നിയിട്ടില്ല. പണ്ട് തൊട്ടേ സിനിമയുടെ ഭാഗമായിട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗമായിട്ട് പാട്ടുകളെ കാണാനാണ് എനിക്ക് ഇഷ്ടം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലോ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നിന്ന് കയറി വരിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയാവുന്ന രീതിയിൽ പാട്ടുകൾ വരാനാണ് എനിക്കിഷ്ടം. നമ്മുടെ പാട്ടുകൾ, സിനിമ ഇങ്ങനെ ആയാലും പാട്ടുകൾ വലിയ മെലോഡിയസ് ആയിരിക്കും, മറ്റേ അങ്ങനെയല്ല, സിനിമയോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകൾ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും തമ്മിൽ വേർതിരിച്ച് മാറ്റാൻ പറ്റാത്ത രീതിയിൽ രണ്ടും ലയിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചോരയുടെ മണ്ണിൽ എന്ന അറബിക്കഥയിലെ ഗാനം വളരെ ഏതൊരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വരികളാണ്. ആ വരികളുടെ അന്തസ്സത്ത് ഒട്ടും തന്നെ കുറഞ്ഞു പോകാത്ത രീതിയിലുള്ള സംഗീതം. ഇത് ചിട്ടപ്പെടുന്ന സമയത്ത് ബിജിപാൽ എന്ന സംഗീത സംവിധായകനപ്പുറം ബിജിപാലിൻ്റെ വ്യക്തിക്കുള്ളിലെ രാഷ്ട്രീയ ബോധം എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? രാഷ്ട്രീയ ബോധം സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല, പക്ഷേ രാഷ്ട്രീയ ബോധം ഒരു പരിധി വിട്ടൊന്നും ഒരു പാട്ടിൻ്റെ ക്രിയേഷനിൽ സഹായിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ നാളെ ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ളൊരു രാഷ്ട്രീയ ഗാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പാട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതാണ് ഒരു അവസ്ഥയിലാണ് ഒരു പാട്ട്. അപ്പോൾ ആ പാട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം. അപ്പോൾ സ്വന്തം രാഷ്ട്രീയവും സ്വന്തം തത്വശാസ്ത്രമൊന്നും ഒരു പാട്ടിൽ നിഴലിക്കേണ്ടതില്ല. എന്നാൽ ഫോർ ദ ടൈം ബീയിങ് ആ പാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ തത്വശാസ്ത്രത്തിൽ വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ ആ ഒരു ഇതാണ്. എൻ്റെ രാഷ്ട്രീയ തത്വശാസ്ത്രം ഒന്നുണ്ട്, അത് ഉള്ളതാണ്. പക്ഷെ അത് പാട്ടിനെ എങ്ങനെ ബാക്ക് ചെയ്യുന്നുള്ളതിനപ്പുറം നമ്മൾ ആ സമയത്ത് എങ്ങനെ അതുമായിട്ട് അതിനെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ്. നാഷണൽ അവാർഡ് കിട്ടി, സംസ്ഥാന അവാർഡ് കിട്ടി. ഇപ്പോൾ ഒഴിമുറി എന്ന ചിത്രത്തിന് സംസ്ഥാന അവാർഡും കളേശൻ എന്ന ചിത്രത്തിന് നാഷണൽ അവാർഡും കിട്ടി. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടന് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയ ഒരു അവസരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുൻപ് ഗംഭീരങ്ങളായ പല പ്രകടനങ്ങളും കാഴ്ചവെച്ചിട്ട് അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല അവാർഡ്, പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് കിട്ടിയത്. അതുപോലെ മുമ്പ് എപ്പോഴെങ്കിലും ചെയ്ത പാട്ടുകൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട്? മുമ്പുമില്ല, ഇപ്പോഴുമില്ല. അങ്ങനെ പ്രതീക്ഷ എൻ്റെ ഭാഗമൊന്നുമില്ല. കാരണം ഈ സിനിമയിൽ വരിക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വളരെ വിദൂരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. വിദൂര സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നൊരു കാര്യമാണ് സിനിമ വളരെ ഒരു കീൻ ഒബ്സർവറായിരുന്നു, ഒരു എന്തൂസിയാസ്റ്റായിരുന്നു സിനിമയുടെ. പണ്ട് തൊട്ടേ സിനിമ അല്ലെങ്കിൽ സിനിമാ ഗാനങ്ങൾ, മ്യൂസിക് എന്ന് പറയുന്ന ഒരു വികാരവുമായിട്ട് നടന്നു. പക്ഷേ സിനിമയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പരിചയക്കാരും ഇല്ലാത്തൊരു
അപ്പോൾ ലാൽ ജോസുമായിട്ട് പരിചയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നന്മയുള്ളൊരു മനസ്സുകൊണ്ട് എന്നെപ്പോലെ ഒരു ലോ പ്രൊഫൈലായിട്ടുള്ള ഒരാളെ സിനിമയിൽ കൊണ്ടുവരിക എന്നുള്ള അദ്ദേഹത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വവും ഒരു പ്രത്യേകതയും ഒരു ക്വാളിറ്റിയുമാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തിയത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ സിനിമയിൽ വരികയും പിന്നെ അവാർഡും കൂടി വേണമെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമ ചെയ്യുമ്പോൾ അതനുസരിച്ച് അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതിന് അവാർഡ് കിട്ടുക എന്നുള്ളത്. പക്ഷേ കളിയച്ഛൻ എന്ന് പറയുന്ന സിനിമ ഒരു കേവലം ഒരു കൊമേഴ്ഷ്യൽ ഫിലിം എന്നുള്ള രീതിയിൽ എടുത്ത സിനിമയല്ല. അതൊരു അൺകോംപ്രമൈസിംഗ്ലി ഒരു ക്വാളിറ്റി സിനിമ എടുക്കണമെന്ന് പറഞ്ഞ് എടുത്ത സിനിമയാണ്. അപ്പോൾ അതിന് എൻ്റെ മ്യൂസിക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന പോലെ ഒരു ക്വാളിറ്റി മ്യൂസിക്, ഒരു ക്ലാസിക് മ്യൂസിക് ആയിരിക്കണം എന്നുള്ളതാണ്. അത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു എന്നുള്ളതാണ്. അത് പക്ഷേ ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ കുറച്ച് ഇതുണ്ടായിരുന്നു. അല്ല, അത് ഇതുവരെ എത്തിയിട്ടില്ല. നവംബർ അവസാനം ആണ് അത് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് കിട്ടും എന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രേക്ഷകരാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ളവരാണെങ്കിലും എപ്പോഴും അഭിപ്രായപ്പെടുന്ന ഒരു കാര്യമുണ്ട്, പഴയ സിനിമകൾ പോലെ വരുന്നില്ല, പഴയ ഗാനങ്ങൾ പോലെ വരുന്നില്ല ഇന്നത്തെ പാട്ടുകളെന്ന്. പക്ഷേ അതിനെ അത്രത്തോളം തന്നെ അല്ലെങ്കിൽ കവിത്വം തുളുമ്പുന്ന രീതിയിലുള്ള പല പാട്ടുകളും ഇന്നും ഇറങ്ങുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു ഈ അഭിപ്രായത്തോട്? പഴയ പാട്ടുകളും സിനിമകളും പോലെ വരേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ യാതൊരു കാര്യമില്ല. അതേപോലെ ചെയ്യാനാണെങ്കിൽ പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. റീമിക്സുകൾ പോലെയൊക്കെ ആയിപ്പോകില്ലേ അത്. പുതിയ ചിന്തകളും പുതിയ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ വേറെയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, സാമൂഹിക പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പണ്ട് ഒന്നും ഉള്ളവർ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അത്തരം പിന്നെ ഒരു ആഗോളീകരണം എന്ന് പറയുന്ന ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അതുവഴി ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പോഷർ മ്യൂസിക്കിലും വന്നിട്ടുണ്ട്. ഈ പി ഭാസ്കരൻ്റെയും പിന്നെ ദക്ഷിണാമൂർത്തിയുടെയും ഒക്കെ ഗാനങ്ങൾ ജാനകിയമ്മയും ദാസേട്ടനൊക്കെ പാടുമ്പോൾ അത് ജാനകിയമ്മയുടെ പാട്ടുകളായി അല്ലെങ്കിൽ ദാസേട്ടൻ്റെ പാട്ടുകളായി. പക്ഷേ ഇപ്പോൾ അത് മാറി റഫീഖ് അഹമ്മദിൻ്റെ പാട്ട് അല്ലെങ്കിൽ രമേശ് നാരായണൻ്റെ പാട്ട് എന്നൊക്കെ ആയിട്ടുണ്ട്. പല മേഖലയിൽ ഈ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെ സ്വീകരിക്കുന്നു ഈ മാറ്റത്തെ? വളരെ ക്രിയാത്മകമായിട്ടാണ് സ്വീകരിക്കുന്നത്. കാരണം ഈ സൃഷ്ടിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടിക്ക് ഉത്തരവാദിയായ ഒരാൾ എന്ന് പറയുന്നത് അത് അറിയപ്പെടേണ്ടത് അതിൻ്റെ പേരിലാണ്. പക്ഷേ ഒരുപക്ഷെ പൊതുജനത്തിന് അത് അങ്ങനെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്കത് കേട്ടാൽ മതി, അല്ലെങ്കിൽ അവർക്ക് സിനിമ കണ്ടാൽ മതി. ഇത് ആര് സംവിധാനം ചെയ്തു, ആര് ചെയ്തു എന്നുള്ളത് ചിലർ മാത്രം അന്വേഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അന്വേഷിക്കണമെന്ന് അവരെ ബലം പിടിച്ച് അന്വേഷിപ്പിക്കേണ്ട കാര്യവുമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്താൽ അവർ ചെയ്യുകയുമില്ല. പക്ഷേ അങ്ങനെ ഗ്രാജ്വലി അങ്ങനെ അറിയപ്പെടുന്നത് ആ സൃഷ്ടിക്കുള്ളൊരു ബഹുമതി അല്ലെങ്കിൽ ആ സൃഷ്ടിയുടെ ഒരു മൊമെൻറ്റിനുള്ളൊരു റെക്കഗ്നിഷനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് അറിയേണ്ടത്. ഒരു പാട്ടുകാരൻ്റെ പേരിൽ അല്ല, മറിച്ച് അതിൻ്റെ സൃഷ്ടാക്കളുടെ പേരിലാണ് പാട്ട് അറിയപ്പെടേണ്ടത്. അത് പാട്ടുകാരനിലൂടെ വന്നു എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ എന്നുള്ളത് എസ് ജാനകി അമ്മയും പാടിയുണ്ട്, KJ യേശുദാസ് സാറും പാടിയുണ്ട്. രണ്ടും നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഇനി മൂന്നാമതൊരാൾ പാടിയാലും ആ പാട്ട് തന്നെയാണ് പാടാൻ പോകുന്നത്, അല്ലാതെ മറ്റൊരു പാട്ടല്ല. അപ്പോൾ ആ പാട്ട് ഏതാണെന്നുള്ളതാണ്, അതാണ് എൻ്റെ വിഷയം. ഇപ്പോൾ ഓണക്കാലമാണ്. അപ്പോൾ അതിലോട്ട് വരുമ്പോൾ പണ്ടുണ്ടായിരുന്ന ഓണവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ തിരക്കുകൾക്കിടയിലുള്ള ഓണവും തമ്മിൽ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഓണം ഒരു ഫെസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി മാറിയില്ല. ഇപ്പോൾ എൻ്റെയൊക്കെ കാര്യത്തിൽ, കാരണം ഞാൻ കുട്ടിയായിരുന്ന സമയത്തുള്ള ഓണം എനിക്ക് വേണ്ടിയുള്ളതായിരുന്നു. അത് ഞാൻ ആ സമയത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ ആഘോഷിച്ചു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സംഭവമായി. ഇപ്രാവശ്യത്തെ ഓണം കുടുംബത്തോടൊപ്പം തന്നെയാണ്? അതെ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ മിക്കപ്പോഴും. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതോ അല്ലെങ്കിൽ ഒരു അഭിമാനവും അല്ലെങ്കിൽ അംഗീകാരമൊക്കെ ബിജുപാൽ എന്ന സംഗീത സംവിധാനം കിട്ടിയ ഒരു ഗാനമായിരുന്നു കഥയമ്മ എന്നത്. ആ ഗാനത്തോട് തന്നെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കും. അത് കഥയമ്മ എന്ന് പറയുന്നത് കേരള കഫയിലെ പാട്ടാണ്. അത് വളരെ ഒരു ആസ്വാദകർ, ഒരു അത്രയും ഹാർട്ടി ആയിട്ടുള്ള സെൻസിബിൾ ആൾക്കാരിൽ മാത്രം എത്തിയൊരു പാട്ടാണ്. പക്ഷേ ഒരുപാട് പേരങ്ങനെ ആ പാട്ടിനെ കുറിച്ച് പറയാറുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത്തരം ആസ്വാദകർക്ക് വേണ്ടി പാട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതെ, അതിൻ്റെ ഒരു ഏറ്റവും വലിയ പോയിന്റ് അതിൻ്റെ ലിറിക്സ് തന്നെയാണ്. ഒരു ഫിലോസഫിക്കൽ സോങ് ആണത്. നമ്മളൊരുപാട് ആലോചിക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം, അല്ലെങ്കിൽ താൽക്കാലത്തേക്കൊരു ഉത്തരമാണ് പാട്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു കവിതയാണ്.
കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. പല കോടി ജന്മങ്ങൾക്കുമിളകളായുണർന്നുടയും കഥാസരിത് സാഗര സീമയിൽ കഥകളാകുന്നു നാം അറിവിലയെങ്കിലും അഥവാ തിരിച്ചറിഞ്ഞെന്നാലും അറിയുകില്ലുൾക്കഥ കഥകളാൽ നിഭൃതമീ പ്രകൃതിയും. കഥയ മമ കഥകളതിസാദരം കഥകളതിസാദരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എല്ലാവിധ ഓണാശംസകളും.